ഹായ്, എന്താണ് ചലം ടി വി? ചലം ടി വിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിലെ അവതാരകരായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ വിളിച്ചിട്ട് വരുന്ന സംഖ്യക്കൂട്ടങ്ങളായിക്കോട്ടെ, എല്ലാം ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. കൂട്ടത്തോടെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കുറച്ച് അവഹേളിച്ച് സുഖം കണ്ടെത്തുക, ഇവറ്റകളുടെ ലക്ഷ്യം അതാണ്. മുസ്ലിം ജനതയെ അപമാനിച്ച് അങ്ങേയറ്റ അവഹേളിച്ച് അതിൽ സുഖം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവറ്റകളുടെ പ്രധാന വിനോദം. അപ്പൊ ആ ചലം ടി വിയിലുള്ള അവതാരകന്റെയും അതിൽ വന്ന് ഇരുന്ന് മോങ്ങുന്ന കുരക്കുന്ന കുറച്ച് സംഖ്യകളുടെയും കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഉസ്താദുമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പുറത്ത് മാത്രം ഇങ്ങനെ പറയുന്നു, ഇനി അകത്തെങ്ങനെയാണ് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ ഇന്നിപ്പോ ഇവിടെ ഉസ്താദുമാരെ വീട്ടിൽ എങ്ങനെ ആയിക്കോട്ടെ, ഇയാൾക്ക് എന്താണ്? ഉസ്താദുമാര് വീടുകളിലുള്ള സ്ത്രീകള് എല്ലാം ഇങ്ങനെയാണോ? അവരെങ്ങനെയാണ്? ഇയാൾക്ക് എന്താ ഇത്ര ആകാംക്ഷ? അവതാരകനിങ്ങനെ ആരിഫ് കോയാന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നിർവൃതി അടയുകയാണ്. അതിനാണ് പേരിട്ടത് ചലം ടി വി. മനുഷ്യന്റെ ചലം ഊറ്റിക്കൊടുക്കുന്ന ടി വി ആണത്. ചലം ടി വി എന്നുള്ളത് വെറുതെ അല്ല പറയുന്നത്. മറ്റുള്ളവർ ഇതിനെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അതിങ്ങനെ വാച്ച് ചെയ്ത സമയത്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അതിന് പറ്റുന്ന ആൾക്കാരെ മാത്രം ഇവർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെതിരെ വേറെ ഒരു മതത്തിനെതിരെ ഇവറ്റങ്ങൾ കുരക്കുന്നില്ല. അതാ രസം. വേറെ ഒരു മതത്തിന് കുരക്കുന്നില്ല. ഈ ഒരു ഇസ്ലാമിനെ താറടിച്ചിട്ട് താഴ്ത്തി കെട്ടിയിട്ട് കളിയാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞേ, ഇന്നത്തെ കാലത്ത് വീഡിയോ പുറത്ത് വരും. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ പുറത്ത് വരാത്ത കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന, നമ്മൾ പറയാറുണ്ടല്ലോ മലേറിയ എവിടെയാ വളരുക? അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇരുണ്ട അറകളിൽ വളരുന്ന സാധനമാണ്. ഇന്ന് തെളിച്ചം വന്നു, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ മീഡിയ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ, ഇരുട്ടറകൾ അവിടെ വെളിച്ചപൂരിതമാകുമ്പോൾ അവിടെ ഇസ്ലാം എന്നല്ല മറ്റു ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള മാരക വൈറസിന് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല. വെളിച്ചം തന്നെയാണ് ഇത്തരത്തിലുള്ള വിദ്യ, അതുപോലെ ടെക്നോളജി, ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ അന്ത്യം കുറിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. മലേറിയ എവിടെ വളരുക? അത് നിന്റെ അണ്ണാക്കിലാണ് വളരുന്നത്. കാണുന്നില്ലേ? കെട്ടിക്കിടക്കുന്ന നിന്റെ അണ്ണാക്കിലുള്ള വെള്ളത്തിലാണ് മലേറിയ വളരുന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കൊതുകിനെ പോലെ ഇങ്ങനെ മുട്ടയിട്ടിട്ട് ജനം ടി വി അല്ല, ചലം ടി വി അല്ല, അങ്ങനെ വേണ്ട പലമാതിരി ടി വി ഷോന്റെ ഇടയിലല്ല ഇങ്ങനെ വിഷം തുപ്പുന്നത്. അതുകൊണ്ടാണ് ഈ മലേറിയ നിന്നെ ഇങ്ങനെ കാർന്ന് തിന്നുകയാണ്. ഏത് യുഗം ആയിക്കോട്ടെ, ഏത് യുഗം വന്നു കഴിഞ്ഞാലും മാറുന്നവരെ മാറുള്ളൂ. ഇസ്ലാമിനെ അടുത്തറിഞ്ഞവര് ഒരിക്കലും മാറൂല. നമ്മൾ രാത്രി കടന്നിട്ട് എണീക്കുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ കിടക്കയിലേക്ക് പോകുമ്പോൾ, വിരിപ്പിലേക്ക് പോകുമ്പോൾ ചെല്ലാനുള്ളതുണ്ട് എന്ന് വേണ്ട എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഖുർആനിൽ. അപ്പോൾ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നതുണ്ട്. അതിൽ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആയത്തെന്ന് വെച്ചാൽ നമ്മൾ എണീക്കുമ്പോൾ ചെല്ലുന്ന ഒരു ആയത്തുണ്ട്. അതിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്താണെന്നറിയോ? നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെല്ലുന്നത് ഇതാണ്. ഇതും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എണീക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്നുള്ളത് നമ്മൾ ചെല്ലണം. എന്താണ് അതിൻ്റെ അർത്ഥം? മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും നമ്മളെ വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്നുള്ളതാണ്. കാരണം വീണ്ടും ആ ഉറക്കത്തിൽ നമ്മളൊന്ന് മരിച്ചു പോയാൽ കഴിഞ്ഞ് അല്ലേ, പിന്നെ ഈ ലോകം ഇല്ല, ഈ പ്രപഞ്ചം, ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ ഭാഗ്യമില്ല. അപ്പം നമ്മൾ ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും നമ്മളെ ജീവിപ്പിച്ച റബ്ബിനാണ് സ്തുതി. ഒരാള് ഇപ്പം നിരീശ്വരവാദികളല്ലേ, ഇത് യുക്തിവാദികളല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ കോടാനിക്കോടി ജീവജാലങ്ങൾ, അതിലുള്ള സർവമാന ഇഴജന്തുക്കൾ, ഞാൻ പറയട്ടെ, എല്ലാ മാതിരി മനുഷ്യന്, മൃഗങ്ങൾ എന്ന് വേണ്ട പ്രകൃതിയിലുള്ള ഓരോ തരിയും എങ്ങനെ ഉണ്ടായി? എവിടുന്ന് ഉത്ഭവിച്ചു? ഓക്കെ, നിങ്ങൾ പറയും മനുഷ്യന്റെ
ആദ്യകാലങ്ങളിലുള്ളത് ഉണ്ടായത് നിങ്ങൾ പറയും. ഓക്കെ, ഒക്കെ റെഡി തന്നെ, എല്ലാം സമ്മതിച്ച്. ഈ പ്രകൃതി എങ്ങനെ ഉണ്ടായി? തന്നെ മുളച്ചു പൊന്തിയോ? നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾക്ക് ദൈവമില്ല എന്നെല്ലാം നിങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എനിക്കൊരൊറ്റ ചോദ്യം ഇതിൽ ചോദിക്കാനുള്ളൂ. ദൈവത്തെ വിശ്വസിക്കാത്തവർ വിഡ്ഢികളാണ് എന്ന് പറയാം. കാരണം ചിന്തിക്കുന്നവർക്ക് അള്ളാഹു നേരിട്ട് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് എന്ത്? ഖുർആൻ എന്നുള്ളത്. ഖുർആൻ ഷെരീഫ് അതാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അള്ളാഹു ആണ്. അത് എത്രയോ 1400 വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട ഖുർആന് ഈ 2025 അല്ല, 2030 അല്ല, 35 അല്ല, 40 അല്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൽ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതം. നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇത്ര വർഷത്തിൻ്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന കാര്യം ആയിക്കോട്ടെ എന്ന് വേണ്ട, ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അതിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉള്ള ഒരു കലാമാണ് എന്ത്? ഖുർആന്. ഇവര് ഈ യുക്തിവാദികള് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഖുർആൻ പഠിച്ചിട്ട് ഇവര് പഠിച്ചത് വേറെ, മനസ്സിലാക്കിയത് വേറെ. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതില്. എങ്ങനെയാ? നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല അർത്ഥത്തിലാണ്, ഇവര് മനസ്സിലാക്കുന്നത് അതിൻ്റെ വിപരീത വ്യാഖ്യാനത്തിലൂടെയാണ്. 2 കണ്ണുകൊണ്ട് കാണുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഘോരം ഇങ്ങനെ പ്രസംഗിക്കുക. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുണ്ട് യുക്തിവാദികൾ. അപ്പം അതിനെ ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അവരാ ഒരു പുഴുക്കടി ഉണ്ടല്ലോ, ഒരു കൃമികടി, അതങ്ങ് തീർക്കുന്ന ആ അവതാരകനെയല്ലോ, അതെല്ലാം ഇങ്ങനെ രസിക്കുന്നു കേട്ടിട്ട്. ശരിക്കും വിവരമില്ലായ്മ എന്നാണ് ഇതിന് പേര് പറയാൻ കേട്ടോ. ഇതിന് വേറെ ഒന്നും പറയാനില്ല. ഇതിന് വിവരമില്ലായ്മ അത് തന്നെയാണ്. എല്ലാവരും പറയുന്നത് അയാൾ വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. ആരിഫിന് സംസ്കാരമില്ല. അത് ഞാൻ എടുത്തു പറയാം. സംസ്കാരമില്ല. സംസ്കാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആവൂല. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. പൊതുവായിട്ടുള്ള ഒരു അറിവുണ്ട്. അതുപോലെ നമ്മൾ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് സംസ്കാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ താറടിച്ചിട്ട് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മിണ്ടാണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പോവുക ചെയ്യേണ്ടത്. ഇത് നിരന്തരം താറടിച്ച് ഇസ്ലാമിനെ അവഹേളിച്ച് നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുക. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറേ കമൻ്റ് ഇട്ടിട്ട് നമ്മളെ അങ്ങ് തകർക്കാം. യുദ്ധഭൂമിയിൽ ഏതാണ് ഈ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയ താത്ത എന്നെല്ലാം വന്നിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡാണ് മക്കളെ. നിങ്ങൾ കാണുന്ന ആരിഫ് കോയാക്ക് മാത്രമല്ല ചങ്കൂറ്റുള്ളത്, ചങ്കൂറ്റുള്ളവരും ഇവിടെ ഉണ്ട് കേട്ടോ. ചങ്കൂറ്റുള്ള സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ വെച്ച വെള്ളം അങ്ങ് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് ഇങ്ങ് വെച്ചേക്ക്. നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് അപ്പാടെ അതിങ്ങ് വിതുങ്ങിയിട്ട് നിങ്ങൾ പറയുന്നതും വിശ്വസിച്ചിട്ട് എന്നാൽ നടക്കാം. ആരിഫാണ് ഇനി അടുത്ത പടച്ചവൻ അല്ലേ? ഡിങ്കൻ അക്ബർ എന്ന ഫേക്ക് ഐഡിയിൽ നിന്നും വന്നിട്ട് നല്ലോണം കമന്റ് ഇട്ടിട്ട് കൂട്ടുന്നുണ്ട് ആരിഫ്. അപ്പോൾ ആ ഡിങ്കൻ അക്ബർ, ഡിങ്കൻ പടച്ചവൻ അല്ലേ? അതാണ് ഇതിന് ഒറ്റ ഉത്തരം അതാണ്. നമ്മൾ അള്ളാഹുവിനെ വിളിക്കണ്ട. ഡിങ്ക അക്ബർ, ആരിഫ് അക്ബർ അങ്ങനെ വിളിച്ചോ നിങ്ങൾ. അതായിരിക്കും ഇതിന് ബെറ്റർ. ചെയ്തത് അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇനി അതും കൂടാതെ മുലകുടി ബന്ധം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതെന്തിനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആയിഷ ഉപയോഗിച്ചിരുന്നത്? അത് ഏറ്റവും കൂടുതൽ ഇവിടെ വിമർശന വിധേയമാക്കപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വെളുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം അങ്ങ് എയറിൽ നിന്നും അങ്ങ് സ്പേസിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ പിന്നെ ഇവർക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു വിഷയമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ അതിനായിട്ട് ഇട്ട തന്നെയാണ് ഈ പർദ്ദ. കറുത്ത ചാക്കിന്റെ ഉള്ളിൽ നിങ്ങൾ അവിടെ കുടിയിരുന്നോ? കറുത്ത ചാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കൃഷിയിടമേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാം വെളിവാക്കിയിട്ട് നിങ്ങളെ പ്രത്യയശാസ്ത്രത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്ത്രീ ഇങ്ങനെ അഴിച്ചിട്ട് നടക്കണം എന്നാണോ? അതാണോ നിങ്ങൾ പറയുന്നത്? ഇസ്ലാമിൽ സ്ത്രീയുടെ സുരക്ഷയാണിത്. അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താണ്? നല്ലൊരു മുസ്ലിം വനിത, നല്ലൊരു മുസ്ലിം സ്ത്രീ
നടക്കുന്നത് ഹിജാബ് ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ്. അത് വേറൊരു മതത്തിലും ഇല്ലാലോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിലെടുക്കുന്നത്? ചാക്കിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണ് നിന്റെ യോഗം. അതില് സുരക്ഷിതത്വം, അതിൽ ഞങ്ങൾ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുണ്ട്. ഇത് നമുക്ക് കംഫർട്ടാണിത്. അതറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീകൾ ഉടുതുണി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണം എന്നായിരിക്കും. നിങ്ങളെ നിയമത്തിൽ അങ്ങനെ ആയിരിക്കും അല്ലേ? നിങ്ങളെ മതത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് സ്വാതന്ത്ര്യം. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ധരിക്കാനും ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്ത്രം പർദ്ദയും ദായി സ്കാർഫുമാണ്. അതിൽ നിങ്ങൾക്ക് കൈകടത്താൻ അവകാശമില്ല. ഇല്ലാലോ. കാരണം എന്താണ്? ഒരാളെ വ്യക്തിത്വത്തിൽ, ഒരാളെ ഇഷ്ടത്തിൽ കയറിയിട്ട് കൈകടത്താൻ ഒരാൾക്കും അധികാരമില്ല. അയാൾ എന്ത് ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, വ്യക്തി സ്വാതന്ത്ര്യം, അത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ഇന്ത്യൻ പൗരന് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളതുണ്ട്. അപ്പം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണിത്. എനിക്ക് ഇഷ്ടം ഈ പർദ്ദ ധരിക്കാനാണ്. അല്ല, എനിക്ക് നാളെ ചുരിദാർ ധരിക്കാനാണെങ്കിൽ അതും എൻ്റെ ഇഷ്ടമാണ്. അത് നിങ്ങൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഇവിടെ സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതും നമ്മൾ റിയാക്ട് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം ഒരു ആസ് എ യൂട്യൂബർ എന്ന നിലയിലും എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും.